കൊച്ചേ ഉം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരാളെ കണ്ടില്ല, ഒരു പുള്ളിക്കാരി കണ്ടില്ല, ഉം പാവല്ലേ, എല്ലാവരും സ്നേഹമായിട്ടുള്ളത്. ഈ എല്ലാരോട്ടും ഒരുപോലെ സ്നേഹമായിട്ട് ഇടപെട്ട പാവാന്നാണോ വിചാരം? അല്ലേ? അല്ല. ചില ആളുകളുണ്ട്, അവര് എല്ലാരോടും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര പാവമാണ്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കുക, അയ്യോ ഇത്രയും നല്ലൊരാള് വേറെ ഇല്ല. എല്ലാരോടും സ്നേഹമായിട്ട്, ആരോടും ദേഷ്യമില്ല, എല്ലാരോടും സ്നേഹം മാത്രം. പക്ഷെ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എല്ലാ മനുഷ്യർക്കും എല്ലാരോടും ഒരേ രീതിയിൽ പാവമായിട്ട് സ്നേഹമായിട്ട് ഇടപെടാൻ പറ്റുമോ? നമുക്ക് ആരോടെങ്കിലും ഒക്കെ ലൈഫിൽ ദേഷ്യം ഉണ്ടാവില്ലേ? ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് എങ്ങനെയാ എല്ലാരോടും ഒരേപോലെ സ്നേഹിക്കാൻ പറ്റുന്നേ? അങ്ങനെയെങ്കിൽ അതിൽ ചെറിയ ഫേക്ക്നെസ് ഇല്ലേ? ഇനിയും ഇങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെ പരിചയപ്പെടുത്തി തരാം, പീപ്പിൾ പ്ലീസേഴ്സ്. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കളിയാക്കി പറയും, അവൾ കുലസ്ത്രീയാണെന്നൊക്കെ പറയും. എന്ന് വെച്ചാല് ഭയങ്കര പീപ്പിൾ പ്ലീസേഴ്സ് ആയിരിക്കും. മറ്റൊരാളെ ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്യും. മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും അവർക്ക് ഗുഡ് ബോയ് ഗുഡ് ഗേൾ നെയിം വേണം. അവർക്ക് അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും നല്ലതാണ്. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ലക്ഷണങ്ങൾ ഒന്ന് നോക്കിയാലോ. ഒന്നാമതായിട്ട് ഇവർക്ക് ഓന്തിന്റെ സ്വഭാവമായിരിക്കും. എന്ത് ഈ ഓന്തിന്റെ പ്രത്യേകത? നിറം മാറിക്കൊണ്ടിരിക്കും അല്ലേ? അതുപോലെ തന്നെയാണ് ഇവര് ഏത് ഗ്രൂപ്പിൽ ചെല്ലുന്നോ ആ ഗ്രൂപ്പുമായിട്ട് അങ്ങ് ചേരും. കാരണം എല്ലായിടത്തും ഇവരെ പറ്റി നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇതാണ് ഇവരുടെ ചിന്ത. അതായത് ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുക്ക വന്നിട്ട് ഇങ്ങനെയുള്ള ഒരാൾ എന്നോട് പറയുന്നു, മോളെ എന്നാലും അവള് നിന്നോട് അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നേരെ അവരുടെ അടുക്ക പോകുന്നു, അതായത് എന്നെ ഇഷ്ടമില്ലാത്ത ആ വ്യക്തിയുടെ അടുക്ക പോയിട്ട് പറയുന്നു, എന്നാലും അവൾ എന്തൊരു സാധന, അവൾ അങ്ങനെ പറഞ്ഞല്ലോ. ഇങ്ങനെ ഓന്തിന്റെ സ്വഭാവമായിരിക്കും അവർക്ക്. ഏത് ഗ്രൂപ്പിൽ ചെല്ലുന്നോ അവര് എന്താണോ അവർക്ക് വേണ്ടത്, അവരുടെ ഇഷ്ടങ്ങൾ എന്താണോ അതുമായിട്ട് നൈസായിട്ട് അങ്ങ് ചേർന്ന് പോകും. അത് മാത്രമല്ല, സ്വന്തമായിട്ട് ഒരു വ്യക്തിത്വമോ അഭിപ്രായമോ ഒന്നുമില്ല. കാരണം സ്വന്തമായിട്ട് വ്യക്തിത്വമോ അഭിപ്രായമോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പറയത്തില്ല. കാരണം അതെങ്ങാനും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ നല്ല പേര് പോത്തില്ലേ? അതുകൊണ്ട് ഞാൻ പറയത്തില്ല. ഇതുകൊണ്ട് ഇവർക്ക് യാതൊരു സ്വന്തമായിട്ടുള്ള അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു ഫിലോസഫിയോ ഒരു വാല്യൂയോ ഒന്നും ഉണ്ടാവില്ല. ഞാൻ എങ്ങനെ നല്ലതാവാം ആ രീതിയിൽ ഇവര് മാറിയും മറിഞ്ഞും ഒക്കെ അങ്ങ് നിൽക്കും. പിന്നീട് ദ കോൺസ്റ്റന്റ്ലി നീഡ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരെ പറ്റി നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. പിന്നെ അവരെ പറ്റി പുകഴ്ത്തി പറയുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ നല്ലതാണ്, നിങ്ങളുടെ ഒരു സംഭവമാണ്, നിങ്ങളെപ്പോലെ നല്ല ആള് വേറെ ഇല്ല. അവർക്ക് എപ്പോഴും അത് നിർബന്ധമാണ്. ഇനി ഇവരാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തെന്ന് വെച്ചോ, അത് അറിയിക്കാവുന്നവരെ മുഴുവൻ അറിയിച്ചിട്ട് ചെയ്യത്തുള്ളൂ. കാരണം ഇവർ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമോ? മറ്റുള്ളവര് ഇവരെ കുറിച്ച് നല്ലതാണെന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇവരെ കുറിച്ച് പുകഴ്ത്തി പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൈക്ക് കൊടുത്ത് ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് പോലെ എല്ലാരെയും അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും നന്മ അവർ ചെയ്യുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് അപ്പോൾ ഒരു സംശയം തോന്നും, ഇവർക്ക് ദേഷ്യം വരത്തില്ലേ? വരും. അപ്പൊ ഇവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? പാർട്ട് 2 വരുന്നുണ്ടേ.